നമസ്കാരം. വി കുഞ്ഞികൃഷ്ണൻ എന്ന നിഷ്കളങ്കനായ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് പാർട്ടിയിലെ ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുകാരനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് കുറച്ചൊന്നുമല്ല പാർട്ടി നേതാക്കളെ വിരളി പിടിപ്പിക്കുന്നത്. കുഞ്ഞികൃഷ്ണനെതിരെ അപവാദ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു പാർട്ടിയുടെ സൈബർ സഖാക്കൾ. പാർട്ടിയിലെ ബുദ്ധിജീവിയാണ് എം സ്വരാജ് എന്നാണ് കമ്മികൾ പറയുന്നത്. പക്ഷേ വകതിരിവില്ലാത്തവനാണ് താനെന്ന തൻ്റെ വാക്കുകൾ കൊണ്ടുതന്നെ സ്വരാജ് തെളിയിച്ചു പലവട്ടം. മുമ്പ് VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഇതിഹാസത്തെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് കടിച്ചു കീറിയവനാണ് സ്വരാജ്. കേരള സമൂഹം അത് മറന്നിട്ടില്ല, മറക്കുകയുമില്ല. 2 ദിവസം മുൻപ് കുഞ്ഞികൃഷ്ണനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്വരാജ് പറഞ്ഞ മറുപടി കള്ളന്മാർ ആവശ്യപ്പെട്ടാൽ കണക്ക് കാണിക്കാൻ കഴിയില്ല എന്നാണ്. കള്ളൻ കുഞ്ഞികൃഷ്ണനാണോ അതോ സ്വരാജ് ഉൾപ്പെടുന്ന കമ്മിക്കൂട്ടങ്ങളാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനും യഥാർത്ഥ സഖാക്കൾക്കും അറിയാം. കുഞ്ഞികൃഷ്ണൻ പാർട്ടി പ്രവർത്തനം തുടങ്ങിയപ്പോൾ സ്വരാജ് ഭൂമിയിൽ പറക്കുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിച്ചിട്ടുകൂടി ഉണ്ടാകില്ല. പക്ഷേ കുഞ്ഞികൃഷ്ണൻ സമൂഹ മാധ്യമത്തിലൂടെ സ്വരാജിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. കർണപുടം അടിച്ചു പൊട്ടിക്കുന്നതിനേക്കാൾ ശക്തിയിലാണ് സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ മറുപടി. അതിങ്ങനെയാണ്: ചട്ട കണ്ട് പുസ്തകത്തെ വിലയിരുത്തരുത് എന്നൊരു വാക്യമുണ്ട്. അനർഗള നിർഗളം പൊഴിക്കുന്ന വാക്സാമർത്ഥ്യത്തിൽ വീണുപോകരുത്. കാരണം വാക്കുകളിൽ പുറമേ കാണുന്ന മാനവികതയുടെ കുത്തൊഴുക്ക് പ്രവൃത്തിയിൽ കാണണം എന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാർക്കശ്യക്കാരനും ധാർമ്മികത വാരിവിതറുകയും സാധാരണ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പടവാൾ ഉയർത്തുകയും ചെയ്യുന്ന സ്വരാജ് പാർട്ടിയുടെ ഘടനാരൂപത്തിൽ അഭിരമിക്കുന്ന, പാർട്ടിയുടെ ദാർശനിക തലത്തിൽ വാചാടോപം നടത്തുന്ന ഒരു വ്യക്തി മാത്രമാണ്. യഥാർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങളുടെ വിഹായസിൽ അഭിരമിച്ച് തൻ്റെ തന്നെ കുയുക്തിയിൽ ഉടലെടുക്കുന്ന തർക്കബുദ്ധിയിൽ ആത്മരതി അനുഭവിക്കുന്ന വ്യക്തി മാത്രമാണ് സഖാവ് എം സ്വരാജ്. സ്വരാജിനെ വായിക്കേണ്ടത് സമാനമായ വിഷയത്തിൽ സ്വരാജ് നടത്തിയ പ്രസ്താവനകളെ താരതമ്യപ്പെടുത്തിയാണ്. വൈകാരികമായി ശവം തൂക്കികൾ എന്ന പ്രയോഗത്തിനെ തൻ്റെ തന്നെ ആധികാരികമെന്ന് തോന്നുന്ന ശൈലിയിൽ തൊട്ട് തലേ ദിവസം അവതരിപ്പിച്ച അതേ സ്വരാജ് സഖാവ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ട പാർട്ടിയിലെ ശവം തൂക്കികളെ വെളുപ്പിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല എന്നു മാത്രമല്ല, അത് വെളിച്ചത്ത് കൊണ്ടുവന്ന എന്നെ അപഹസിക്കുകയും ചെയ്തു. പയ്യന്നൂരിൽ പാർട്ടിയിലെ ആശ്രിത ന്യായീകരണ കുതുകികൾ ഛർദ്ദിച്ചു പാളിയ പ്രതിരോധ വചനങ്ങളെ സവിശേഷമായ കണ്ടുപിടുത്തമായി പുനരവതരിപ്പിച്ചു എന്നതു മാത്രമാണ് ഈ മഹാന്റെ സംഭാവന. ഫണ്ട് കട്ട വിഷയം ചോദ്യമായി ഉന്നയിച്ചപ്പോൾ ഒരു ചോദ്യത്തിനുത്തരം മറുചോദ്യമല്ല എന്ന വിദണ്ഡവാദമാണ് സ്വരാജിൽ നിന്ന് ആദ്യമുണ്ടായത്. പിന്നീട് ആ ചോദ്യത്തെ കോൺഗ്രസിനെതിരെ സ്വരാജ് തന്നെ ഉന്നയിച്ച ചോദ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം മാത്രമായിരുന്നു കണ്ടത്. സഖാവ് ധനരാജിൻ്റേതടക്കമുള്ള വിഷയങ്ങൾ ആദ്യം ഉന്നയിച്ചത് പാർട്ടിക്കുള്ളിലാണ്. നിരന്തരമായി ഈ വിഷയത്തിനുമേൽ നടന്ന ഉൾപാർട്ടി പോരാട്ടത്തിൻ്റെ അനന്തരഫലം എന്നോണമാണ് പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ പിന്നീടത് ഉന്നയിക്കേണ്ടി വന്നത്. സ്വരാജ് ബോധപൂർവം അത് തമസ്കരിച്ചു. തൻ്റെ തന്നെ നേതാവിൻ്റെ മുൻ പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചാൽ ഈ പോരാട്ടത്തിൻ്റെ ആരംഭം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആരംഭിച്ചതായി തിരിച്ചറിയാൻ സാധിക്കാത്തതല്ല. പക്ഷേ അങ്ങനെ ചെയ്താൽ തർക്കബുദ്ധിക്കാരൻ്റെ കള്ളി വെളിച്ചത്താകും. 2029 എന്ന SB അക്കൗണ്ട് സാങ്കേതികമായി പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടാണെന്ന് പറഞ്ഞാലും, ഏരിയ സെക്രട്ടറി ആയിരിക്കെ ഞാനത് പിന്നീട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും, ആ അക്കൗണ്ടിലേക്ക് വന്ന തുക എങ്ങനെയാണ് സഖാവ് ധനരാജിൻ്റെ വീട് നിർമ്മാണത്തിനുള്ള ധനവിയോഗത്തിൽ ഉൾപ്പെടുത്തിയത്? സ്വരാജ് ഒരക്ഷരം മിണ്ടുന്നില്ല. പകരം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിൽ വ്യഗ്രത കാട്ടുകയായിരുന്നു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് സ്ഥിര നിക്ഷേപമാക്കി മാറ്റിയ 40 ലക്ഷത്തിൽ 20 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നതിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ ഒരു നയാ പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിൻ്റെ കണക്ക് ഏരിയ കമ്മിറ്റിയുടെ കണക്കിൽ കാണേണ്ടതല്ലേ? കണക്ക് ഓഡിറ്റ് ചെയ്ത ഞാൻ അത് കണ്ടില്ലെന്ന് മാത്രമല്ല, സ്ഥിര നിക്ഷേപത്തിൻ്റെ മുഴുവൻ പലിശയും ചെക്ക് വഴി മാറ്റിയ 2 ലക്ഷം രൂപയും 835 എന്ന വ്യക്തിഗത SB അക്കൗണ്ടിലേക്ക് മാറ്റിയതിൻ്റെ തെളിവുകളുണ്ട് സ്വരാജെ. പിന്നെ എങ്ങനെയാണ് ഒരു നയാ പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? തെളിവുകൾ ബോധപൂർവം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടല്ലേ നിങ്ങളുടെ വാക്പ്രയോഗങ്ങൾ? സ്വരാജ് വാക്കുകളാൽ തീർക്കുന്ന മായാവലയത്തിൽ വീണുപോകുന്നവരുടെ കൂട്ടത്തിൽ ആധികാരികമായ രേഖകളെ നേരിട്ട് പരിശോധിച്ച് അതിലെ ഉള്ളുകളികളെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ ഉണ്ടാവില്ല. സ്വരാജ് കണ്ണടച്ചാൽ സ്വരാജിന് മാത്രമേ ഇരുട്ടാകൂ. തർക്കബുദ്ധി വലിയ ശേഷിയാണ്, അതേസമയം ഇരുതലമൂർച്ചയുള്ള വാളുമാണ്. പ്രയാസം അനുഭവിക്കുന്നവൻ്റെ ആവലാതികൾക്ക് തീർപ്പ് കണ്ടെത്തുന്നതിനായി പോരാടാൻ തർക്കബുദ്ധി ഉപയോഗിക്കാം. അതുപോലെ ആവലാതികൾ ഉന്നയിക്കുന്നവൻ്റെ ചോദ്യങ്ങളെ നിഷ്പ്രഭമാക്കാനും തർക്കബുദ്ധി ഉപകാരപ്പെടും. ആ അർത്ഥത്തിൽ തർക്കബുദ്ധി എന്ന വ്യക്തിഗത ഗുണത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് അതെങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈകഴുകാനും വിഷയങ്ങളെ വക്രീകരിക്കാനും അത് ഉപയോഗിക്കപ്പെടുമ്പോൾ കൽപ്പനകൾ വസ്തുതകളുടെ വെളിച്ചത്തിൽ തച്ചുടയ്ക്കപ്പെടും. നിസ്സഹായതയുടെ സാഹചര്യത്തിൽ പ്രതികരിക്കുന്നതിൽ മിതത്വം പാലിക്കേണ്ടി വരുന്ന സഖാവ് രക്തസാക്ഷി ധനരാജിൻ്റെ കുടുംബത്തിനോട് ചോദിക്കാൻ പറഞ്ഞ സ്വരാജിൻ്റെ കുറുക്കൻ്റെ ബുദ്ധിയോട് പുച്ഛം മാത്രം. പാർട്ടിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ പാതയിൽ വീണുപോയവരുടെ, ആശ്രിതരുടെ നിസ്സഹായതയെപ്പറ്റിയും അവരുടെ നിലനിൽപ്പിനെ പറ്റിയും ഉത്തമമായ ബോധ്യം നമുക്കുണ്ട്.
കുടുംബത്തിനായി ധനസമാഹരണം നടത്തി അതിൽ സിംഹഭാഗവും തിരിമറി നടത്തി എന്ന ബോധ്യത്തിൽ നിന്ന് സഖാവ് ധനരാജിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നതിൽ നിന്നാണ് ഈ പോരാട്ടം ആരംഭിക്കുന്നത് തന്നെ. അതിനെ അനീതിയുടെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഇല്ലാതാക്കാമെന്നാണ് അധികാരത്തിൻ്റെ കങ്കാണിമാർ കരുതുന്നതെങ്കിൽ അതിന് കീഴ്പ്പെടാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. അധികാരത്തിൻ്റെ സ്വഭാവം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ മുകൾത്തട്ടിൻ്റെ സ്വഭാവത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന ബോധ്യത്തിൽ നിന്ന് ചെറുമുകുളങ്ങളായി പരസ്പര ബന്ധമില്ലാത്ത വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ആരംഭിക്കുകയും പിന്നീട് പരസ്പരം ചേർന്നുകൊണ്ട് ഏകീകൃത സ്വഭാവത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നയിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ മൂല്യശോഷണത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ സത്യത്തെ ആയുധമാക്കി നാം മുന്നോട്ടു പോകും. അഴിമതിക്കെതിരായ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണിത്. വി കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നു സ്വരാജിനുള്ള മറുപടി. കുഞ്ഞികൃഷ്ണൻ: പൊതുസമൂഹവും പാർട്ടിയോട് കൂറുപുലർത്തുന്ന സഖാക്കളും ആത്മാർത്ഥമായി ചിന്തിക്കണം. ഈ സ്വരാജിനെ പോലെയുള്ളവർ, എളമരം കരീമിനെ പോലെയുള്ളവർ, എം വി ഗോവിന്ദനെ പോലെയുള്ളവർ, ജയരാജന്മാരെ പോലെയുള്ളവർ, എ കെ ബാലനെ പോലെയുള്ളവർ, എം എ ബേബിയെ പോലെയുള്ളവരെയൊക്കെ ഈ നാടിനും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന്. പാർട്ടി ഇനിയൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകർന്നു തരിപ്പണമായി പോയത് ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ബംഗാൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഓർത്താൽ നല്ലത്.